ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വീട്ടുവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ തുടക്കം തന്നെ കുറച്ച് തിക്കും തിരക്കും പിടിച്ച കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ലച്ചുവിന് സ്കൂളുണ്ട്. സ്കൂളിൽ നിന്ന് ആനിവേഴ്സറിയാണ്. അപ്പോൾ അവർക്ക് ഇവിടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല, കുറച്ച് തിരക്കായിട്ടുള്ള കാരണം. പിന്നെ ശ്രീകുട്ടനിന്ന് സ്കൂളുണ്ട്, അപ്പോൾ അവനെ സ്കൂളിലേക്ക് പറഞ്ഞയക്കണം. അപ്പോൾ രാവിലെ 9 മണിയോട് കൂടിയിട്ടാണ് നമ്മുടെ ചായ പരിപാടികൾ കഴിച്ച് കുളി കഴിഞ്ഞ് പിള്ളേരനൊക്കെ ഒരുക്കാനുള്ള. അപ്പോൾ ലച്ചുവിൻ്റെ ടീച്ചർ 9 മണിക്ക് തന്നെ സ്കൂളിലേക്ക് എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴേക്കും നമ്മളെല്ലാതും ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ മേക്കപ്പ്, അല്ലറ ചില്ലറ മേക്കപ്പ് എൻ്റെ വകയൊക്കെ ഒന്ന് കഴിച്ചു വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ ചെന്ന് ആകെ തിക്കും തിരക്കൊക്കെ അല്ല, അതിൻ്റെ ബാക്കിയല്ലേ നോക്കണ്ടോ. അപ്പോൾ വളയും മാലയും കമ്മലും ഡ്രസ്സൊക്കെ സ്കൂളിലാണ് കേട്ടോ. അപ്പോൾ അവർ അവിടെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് വേണം അതൊക്കെ ഇടാനായിട്ട്. അപ്പോൾ അതിന് മുന്നോട്ടുള്ള കുറച്ച് മേക്കപ്പും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിള്ളേരനൊക്കെ ഒന്ന് സെറ്റാക്കി ഒരു ഭാഗത്ത് ഇരുത്തിയിട്ട് വേണം പിന്നെ ഞങ്ങൾക്ക് ചായയും കാര്യങ്ങളൊക്കെ കുടിക്കാനായിട്ട്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഇഡലിയും സാമ്പാറും ചട്നിയൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കിയാൽ നമുക്ക് രണ്ടുണ്ട് കാര്യം, നമുക്ക് ഉച്ചയ്ക്ക് കൊടുക്കാം, രാവിലത്തെ ചായക്കും കടിക്കും കൂട്ടും ചെയ്യാം. നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് തിരിച്ച് വരികയെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് സാമ്പാറൊക്കെ ഉണ്ടാക്കി വെച്ചത് കേട്ടോ. നേരത്തോട് കൂടിയിട്ട് അങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് വെച്ച കാരണം നമുക്ക് പിന്നെ ഉച്ചത്തെ കാര്യങ്ങളൊന്നും നോക്കണ്ട. അപ്പോൾ ശ്രീകുട്ടൻ സ്കൂളിലേക്ക് പോകാനായിട്ട് നോക്കുകയാണ്. ഓട്ടോ വന്ന് പോയിട്ടുണ്ട്. അവൻ ഇഡലിയും സാമ്പാറൊക്കെയാണ് കൊണ്ടുപോയത് കേട്ടോ. അപ്പോൾ അങ്ങനെ ലച്ചുവിൻ്റെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ മൈലാഞ്ചി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം പെട്ടെന്ന് തന്നെ ചോക്കണം മൈലാഞ്ചി ഉണ്ടല്ലോ, ഡോളർ, അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവളയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ ചായ കുടിച്ചിട്ട് പോകാനായിട്ട് നോക്കണം കേട്ടോ. ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇതുപോലുള്ള കുഞ്ഞു വിശേഷങ്ങളൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ വരുമ്പോൾ അതുകൂടി എന്നെ വിളിക്കുക. അപ്പോൾ ഞങ്ങൾ ഞാടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുമല്ലോ. അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തിയിട്ടുണ്ട്. അവിടെ വന്നിട്ട് ലച്ചുവിൻ്റെ ഉള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അവിടെ വെച്ചിട്ട് ലച്ചുവിൻ്റെ ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ അമ്മേനെ കണ്ടു. അപ്പോൾ അമ്മയാണ് കേട്ടോ നമുക്ക് ഈ ഒരു വീഡിയോ ഒക്കെ എടുത്ത് തന്നിട്ടുള്ളത്. നമുക്കറിയാം, അവരെ കണ്ടു കഴിഞ്ഞാൽ ഒരു അപ്പോയിന്റ്മെന്റ് കൂടി കൊടുത്ത ഒരു 33 വർഷം കൂടി അവർ സേവനം ചെയ്യാൻ തക്ക വിധം അവരിന്ന് അവരെ റെസ്പെക്ട് ചെയ്യണം. അതിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഏത് കാലത്തുണ്ടാവും, മാതാപിതാക്കളോടാണെങ്കിലും എല്ലാം. അപ്പോൾ അങ്ങനെ നല്ല കുട്ടികളായിട്ട് വളരുക. ടീച്ചേഴ്സിനെ സംബന്ധിച്ച് ഇത്രയും കാലം വർക്ക് ചെയ്ത് ഇനി വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ പാടുന്ന മണ്ണിൽ
മണിയൊക്കെ ആയിട്ടുണ്ട് പ്രോഗ്രാമൊക്കെ തുടങ്ങാനായിട്ട്. സമ്മാനദാനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഡാൻസ് തുടങ്ങാൻ 12 മണിയൊക്കെ ആയി. അപ്പോൾ ലച്ചുവിൻ്റെ ഡാൻസ് ആയിരുന്നു ഫസ്റ്റ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. അപ്പോൾ 1 മണിയൊക്കെ എൻ്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ അപ്പോൾ പോരണ വഴിയിൽ നമ്മൾ ഐസ്ക്രീം കണ്ടു കേട്ടോ. സേമിയ ഐസ് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ ചേട്ടൻ്റെ കൂട്ടുകാരൻ തന്നെയാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ പറഞ്ഞ വഴിയിൽ അത് കണ്ടപ്പോൾ ഞങ്ങൾ അത് വാങ്ങി കഴിക്കാനായിട്ട് അവിടെ കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ വീട്ടിലേക്ക് പാഴ്സലും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ സ്കൂളിൽ നിന്ന് വരുന്ന വഴി ഐസൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് ഞങ്ങൾ തൊട്ടടുത്ത് തന്നെയാണ് സേമിയോ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി വന്നെടുക്കുകയാണ്. ഇഷ്ടമായ അപ്പോൾ ലച്ചുവിനെ വീട്ടിലാക്കിയതിന് ശേഷം ഞങ്ങൾ ഉച്ചരിഞ്ഞിട്ട് ഫുഡ് ഓർഡറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് ആവശ്യമായ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് സപ്ലൈക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. പരിപ്പ്, ഉഴുന്ന്, പഞ്ചസാര അങ്ങനെ സാധനങ്ങളൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ കയറി അവിടുന്ന് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഈ ഒരു വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടനും കൂടി പ്രസ് ചെയ്യുക. അതിൽ ഓളം ഓപ്ഷൻ വരുമ്പോൾ അതുകൂടി എനേബിൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.